എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ റിവിഷൻ ക്ലാസ് ആണ്. രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മൾ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മോഡൽ പരീക്ഷയുടെ ആദ്യത്തെ 7 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. 8ാമത്തെ ചോദ്യമാണിത്. In an arithmetic sequence, sum of first 5 terms is 70 and sum of first 6 terms is 96. Find sixth term, third term and common difference. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആ ചോദിച്ചിരിക്കുന്ന സ്റ്റെപ്പ് അനുസരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 ടേമിന്റെ സം എഴുതുവാന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 6 ടേം, ആദ്യത്തെ 6 ടേമുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 96 വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് 6th ടേമാണ്. അപ്പോൾ 6th ടേം എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ 5 ടേം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 അത് 70 ആണ്. അതുപോലെ ആദ്യത്തെ 6 ടേം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 അത് 96 ആണ്. അപ്പൊ നോക്കിയേ, ഈ 5 എണ്ണം ആണ് ഇത്രയും, അതിനോട് കൂടി 6ാമത്തെ കൂട്ടുമ്പോഴാണ് 96 കിട്ടുക. അപ്പൊ നോക്കിക്കേ, ഈ 5 എണ്ണത്തിന്റെ സമ്മാണ് 70. അപ്പോൾ ഈ x6 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 6 ടേമിന്റെ സമ്മായ 96ൽ നിന്ന് 5 ടേമിന്റെ സമ്മായ 70 കുറച്ചാൽ മതി. അതായത് x6 എന്ന് പറഞ്ഞ 6th ടേം എന്ന് പറയുക ഫസ്റ്റ് പാർട്ടി ചോദിച്ചിരുന്നതാണ്. 6th ടേം കാണാൻ 96 മൈനസ് 70 ദാറ്റ് ഈസ് 26 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 6 ടേമിന്റെ സമ്മിൽ നിന്ന് ആദ്യത്തെ 5 ടേമിന്റെ സമ്മ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് 6th ടേം. അപ്പൊ 6th ടേം എന്ന് പറയുന്നത് 26. ക്ലിയർ ആയോ? ഫസ്റ്റ് പാർട്ട് കണ്ടോ, 6th ടേം ചോദിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് കണ്ടോ, തേർഡ് ടേം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണാം. കാരണം 5 ടേംസിന്റെ സം 70 ആണ്. അപ്പോൾ 5 ടേംസിന്റെ നടുക്കുള്ള ടേം അല്ലേ തേർഡ് ടേം? നോക്കി, 5 ടേമിന്റെ നടുക്കുള്ള ടേമാണ് തേർഡ് ടേം. അതായത് x3 എന്ന് പറയുന്നത് ദി മിഡിൽ ടേം ഓഫ് ഫസ്റ്റ് 5 ടേം. അപ്പോൾ മിഡിൽ ടേം കാണാൻ സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് 70 ആണ്. അപ്പൊ 70/5 ആണ് ആൻസർ. അപ്പൊ 70/5 എന്ന് പറഞ്ഞത് 14. അപ്പൊ x3 കിട്ടി 14. അപ്പൊ നമുക്ക് 2 പാർട്ട് കിട്ടി. ഫസ്റ്റ് പാർട്ട് x6 26 കിട്ടി, സെക്കൻഡ് പാർട്ട് x3 14 കിട്ടി. ഇനി തേർഡ് പാർട്ടി വെച്ചിട്ട് വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കാണാൻ 2 ടേംസ് കിട്ടിയല്ലോ. 6ാമത്തെ ടേം 26, 3ാമത്തെ ടേം 14, 6th ടേം 26, തേർഡ് ടേം 14. ഇപ്പൊ 2 ടേംസ് വന്നു കഴിഞ്ഞാൽ അവയുടെ കോമൺ ഡിഫറൻസ് കാണുന്ന ഫോർമുല നമുക്കറിയാം. എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് 6th ടേമിൽ നിന്ന് തേർഡ് ടേം കുറച്ചിട്ട് 6 മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 6ലെത്താൻ 3 ടേംസ് മുമ്പോട്ട് പോകണം. അപ്പോൾ 6th ടേമിൽ നിന്ന് തേർഡ് ടേം കുറച്ചിട്ട് കിട്ടുന്നതിന് 3 കൊണ്ട് 6 മൈനസ് 3 ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും നോക്കിയേ, 26 മൈനസ് 14. 6th ടേം 26 ആണ്, തേർഡ് ടേം 14 ആണ്. തമ്മിൽ കുറച്ചു, എന്നിട്ട് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അതായത് 26 കിട്ടണമെങ്കിൽ 14നോട് 3 ടേംസ് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 3 4 12, 14 12 ആണ് 26. അതാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഫസ്റ്റ് 8th ക്വസ്റ്റ്യന്റെ ആൻസർ ഇത്രയാണുള്ളത്. ഇത് വളരെ സിമ്പിൾ. ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ അങ്ങ് എഴുതാൻ പറ്റും. ആ സ്റ്റെപ്പ് അനുസരിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9th ക്വസ്റ്റ്യൻ ആണ്. എ കോൺ ഈസ് മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ. ഹൈറ്റ് ഓഫ് കോൺ ഈസ് 9 cm ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഈസ് 15 cm. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി കോൺ, സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ. അപ്പൊ എന്താണ്? ഒരു കോൺ ഉണ്ടാക്കിയിരിക്കുന്നു, ഒരു സെക്ടർ വളക്കി ഒരു കോണാക്കിയിരിക്കുന്നു, ഒരു വൃത്താംശം വളച്ച് ഒരു വൃത്തസ്തൂപികയാക്കി മാറ്റിയിരിക്കുകയാണ്. ആ വൃത്തസ്തൂപികയുടെ ഹൈറ്റ് 9 cm ആണ്. കോണിന്റെ ഹൈറ്റ് 9 cm ആണ്. ആൻഡ് സ്ലാന്റ് ഹൈറ്റ് 15 cm ആണ്. അപ്പോ ഇതുപോലെ ഒരു സെക്ടർ, ആ സെക്ടർ ഇങ്ങനെ എടുത്ത് വളച്ച് ഇതുപോലെ ഒരു കോണാക്കി, അങ്ങനെ കോണാക്കിയിട്ടുള്ള ആ കോണിന്റെ ഹൈറ്റ് h എന്ന് പറയുന്നതാണ് 9 cm. അതുപോലെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്ടറിന്റെ റേഡിയസ് തന്നെയാണ് സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് വരിക. അത് 15 ആണ്. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി കോൺ? അപ്പൊ ഇവിടെ നമുക്ക് ഫോർമുല ഉണ്ട്. എന്താണ്?
എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്നൊരു ഫോർമുല. എല്ലാണ് 15 സ്ലാൻഡ് ഹൈറ്റ്, എച്ച് 9 തന്നിട്ടുണ്ട്. അപ്പൊ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, അതാണ് ഫോർമുല. കാരണം ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അതിൽ എല്ലിന്റെ സ്ഥാനത്ത് 15 കൊടുക്കാം, എച്ചിന്റെ സ്ഥാനത്ത് 9 കൊടുക്കാം, ആർ കണ്ടുപിടിക്കണം. അപ്പൊ 15 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 into 15 ദാറ്റ് ഈസ് 225 എന്ന് കിട്ടും. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പോ 225 ഈക്വൽ ടു 81 പ്ലസ് ആർ സ്ക്വയർ എന്നായി. സോ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 225 മൈനസ് 81 ദാറ്റ് ഈസ് 144 എന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്താൽ 144 എന്ന് കിട്ടും. അപ്പൊ ആർ സ്ക്വയർ 144 ആണെങ്കിൽ ആർ എത്ര വരും? റൂട്ട് ഓഫ് 144 ദാറ്റ് ഈസ് 12 centimeter. So first part answer, radius of the cone is 12 centimeter. Second part, we need to find out the central angle. അപ്പോൾ ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ സാറിന് എക്സ് എന്ന് എടുക്കുക. അപ്പോൾ അതൊരു ഫോർമുലയുണ്ട്, ആർ ബൈ എൽ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360. അതായത് സെൻട്രൽ ആംഗിൾ 360യുടെ എത്ര പാർട്ടാണോ സ്ലാൻഡ് ഹൈറ്റിന്റെ അത്രയും പാർട്ടാണ് റേഡിയസ് ഓഫ് ദി കോൺ. അതായത് സ്ലാൻഡ് ഹൈറ്റിന്റെ അത്രയും പാർട്ടായിരിക്കും റേഡിയസ് ഓഫ് ദി കോൺ. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് നമുക്കറിയാം 15, റേഡിയസ് അറിയാം 12 കണ്ടുപിടിച്ചു. അപ്പോൾ 12 ബൈ എൽ ഈക്വൽ ടു എക്സ് അറിയില്ല, സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ അറിയില്ല. അപ്പോൾ അത് ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 12 ബൈ 15 ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360 എന്ന് കിട്ടും. അതായത് 12 എന്ന് പറയുന്നത് എൽ, ആർ സ്മോൾ ആർ റേഡിയസ് ഓഫ് ദി കോൺ ആണ്, സ്ലാൻഡ് ഹൈറ്റ് ആണ് 15, എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു 12 ബൈ 15 എന്ന് കിട്ടും. അപ്പൊ എക്സ് ആണ് എന്ത് ചെയ്താൽ മതി, ഈ 360 ഡിവൈഡ് ചെയ്യാനുള്ള 360 എപ്പോഴും വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള 360 ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂമറേറ്ററിൽ വരും. സോ വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 12 ബൈ 50 ഇൻറ്റു 360, 12 ബൈ 15 ഇൻറ്റു 360 ആണ് എക്സ്. നമുക്ക് വെട്ടി കുറയ്ക്കാം. 12 15നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 3 4 12 5 15, ഇപ്പൊ 4 ബൈ 5 ഇൻറ്റു 360 കിട്ടും. 360നെ 5 കൊണ്ട് ഹരിക്കാം, 72 എന്ന് കിട്ടും. അപ്പൊ 4 ഇൻറ്റു 72 288 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ. അപ്പൊ ഓൺ 9th ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. 3 മാർക്കിന്റെ ചോദ്യമാണ് ഇത്, രണ്ടും 3 മാർക്കിന്റെ ചോദ്യമാണ്. നമുക്ക് മറ്റേ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 10ാമത്തെ ചോദ്യം ഇതാണ്. ഇഫ് എ പി ഈസ് ടു പി ബി ഈക്വൽ ടു 1:2 ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് പി. 10th ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒരു ലൈൻ, ആ ലൈനിന്റെ പേര് എ ബി ആണ്, അതിൽ പി എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി ഡിവൈഡ്സ് എ ബി ഇൻ ദി റേഷ്യോ ടു 1:2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസും തമ്മിൽ 1:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒന്നാമത്തെ പോയിന്റ് x1 y1 എടുക്കണം, രണ്ടാമത്തെ പോയിന്റ് x2 y2 എന്ന് എടുക്കുക. റേഷ്യോ 1:2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പിയുടെ കോർഡിനേറ്റ് ലെറ്റ് എക്സ് വൈ ബി ദി പോയിന്റ് എന്ന് എടുക്കാം. പി എക്സ് വൈ ബി ദി പോയിന്റ്. അപ്പൊ പി എക്സ് വൈ എന്ന് എടുത്തു കഴിയുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് കാണാൻ ഒരു ഫോർമുല ഉണ്ട് നമുക്ക്. എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് എം ബൈ എം പ്ലസ് എൻ ഇൻറ്റു x2 മൈനസ് x1. ഇതാണ് ഫോർമുല. അവിടെ m:n എന്ന് പറഞ്ഞാണ് 1:2. അതായത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് 1+2 ടോട്ടൽ ഡിസ്റ്റൻസിന് 3 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 1 പാർട്ടാണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ 1/1+2 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇതാണ് ഫോർമുല, x1 പ്ലസ് എം ബൈ എം പ്ലസ് എൻ ഇൻറ്റു x2 മൈനസ് x1. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തിട്ട് x1ന്റെ സ്ഥാനത്ത് 2 ആണ്, എം ബൈ എം പ്ലസ് എന്ന് പറഞ്ഞാൽ 1/1+2, അതായത് 1/3. ആകെ ഉള്ളതിന്റെ ഫസ്റ്റ് 1 പാർട്ട്, 3 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 1 പാർട്ട്. അപ്പോൾ 1/1+2 ഇൻറ്റു ഇവിടെ x2 മൈനസ് x1. അത് തിരിഞ്ഞു പോകരുത്, 2 മൈനസ് 11 എടുത്ത് തെറ്റിപ്പോയി. x സെക്കൻഡ് പോയിന്റ് ചെയ്ത് ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 11 - 2. അപ്പോൾ അതെന്ത് കിട്ടും? 2 പ്ലസ് 1/3 ഇൻറ്റു 11 - 2. 11 - 2 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1/3 ഇൻറ്റു 9 ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടേ 2ന്റെ കൂടെ ആഡ് ചെയ്യാവുള്ളൂ. തെറ്റായിട്ട് അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 1/3 ഇൻറ്റു 9, 9ന്റെ 1/3. 9ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 9/3. 9/3 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 2 + 3 ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ
പിയുടെ എക്സ് കോർഡിനേറ്റ് 5 ആണ്. ഇനി ഇതുപോലെ y കോർഡിനേറ്റ് കാണാൻ ഫോർമുല ഉണ്ട്. y ഈസ് ഈക്വൽ ടു y1 പ്ലസ് m ബൈ m പ്ലസ് ഇൻറ്റു y2 മൈനസ് y ആണ്. അതാണ് ഫോർമുല. അപ്പോൾ y1ന്റെ സ്ഥാനത്ത് -3 പ്ലസ് m ബൈ m പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് 1/3 ആ ഡയറക്റ്റ് 1/3 എന്ന് തന്നെ എഴുതി ഇൻറ്റു y2 മൈനസ് y1. y2 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9ൽ നിന്ന് -3 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 9 മൈനസ് -3. അപ്പൊ എന്ത് കിട്ടി? -3 പ്ലസ് 1/3 ഇൻറ്റു മൈനസോ മൈനസ് പ്ലസ് ആണ്. അപ്പൊ 9 പ്ലസ് 3 ദാറ്റ് ഈസ് 12 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? -3 പ്ലസ് 1/3 ഇൻറ്റു 12. 9 പ്ലസ് 3 12 ആണ്. അതായത് 1/3 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 12/3, അതായത് 4 ആണ്. 12ന്റെ 1/3 4 ആണ്. 4 പ്ലസ് -3 -3 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് സൈൻ ആണ്. അപ്പൊ 4 മൈനസ് 3 ദാറ്റ് ഈസ് 1. അപ്പോ ഈ പിയുടെ കോർഡിനേറ്റ് എന്ത് കിട്ടി? പി ഈസ് ഈക്വൽ ടു 5 1. അത്രേ ഉള്ളൂ. 5 1 ആണ് പിയുടെ കോർഡിനേറ്റ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ എഴുതുന്ന ശ്രദ്ധിച്ച് എഴുതിയില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ വരുന്നത് ശ്രദ്ധിക്കണം. പിന്നെ ഈ പ്രോഡക്റ്റ് എടുത്തതിന് ശേഷമേ അഡീഷണൽ സബ്ട്രാക്ഷൻ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തെറ്റാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. പി എന്ന് പറയുന്നത് 5 1. ഇനി അതുപോലെ തന്നെ 11th ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ആദ്യത്തെ 4 എണ്ണം 2 മാർക്കിന്റെ ആയിരുന്നു. അടുത്ത 6 എണ്ണം 3 മാർക്കാണ്. അതിനകത്ത് 4 എണ്ണമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇനി 11th മുതൽ അടുത്ത ക്വസ്റ്റ്യൻ 20th 21st വരെ 11th മുതൽ 21st വരെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമുക്ക് എത്ര എണ്ണം എഴുതണം? 8 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, മാർക്ക് എ പോയിന്റ് പി 7.5 cm away from the center, draw tangents from P to the circle എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. ചിലപ്പോൾ 3 മാർക്കിന്റെ ആയിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. അപ്പോൾ 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. കോമ്പസ് ഉപയോഗിച്ച് 3 cm മെഷർ ചെയ്യുക, സർക്കിൾ വരയ്ക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്ക് എ പോയിന്റ് പി. എവിടെ? 7.5 cm away from the center. സെന്ററിൽ നിന്ന് 7.5 cm അകലെ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ സ്കെയിൽ വെച്ച് ഇവിടെ നിന്ന് 7.5 cm മാർക്ക് ചെയ്യുക. അവിടെ പി അടയാളപ്പെടുത്തുക, കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ആദ്യത്തെ പാർട്ട്, ഫസ്റ്റ് പാർട്ട് സർക്കിൾ വരച്ചു. പിന്നെ 7.5 cm അകലെ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രോ ടാൻജന്റ് ഫ്രം പി ടു സർക്കിൾ. പിയിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കണം. ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത് ഡയമീറ്റർ ആയ ഒരു സർക്കിൾ വരയ്ക്കേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അതായത് ലംബ സമഭാജ്യം വരച്ച്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ പോയിന്റിൽ കുത്തിയിട്ട് ഒരു നിശ്ചിത അളവില് മോർ ദാൻ ഹാഫ് എടുത്തിട്ട്, അത് മോർ ദാൻ ഹാഫ് അല്ലെങ്കിൽ ആർക്ക് ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പോൾ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരയ്ക്കുക. അതേ അളവിൽ താഴെയും വരച്ചു. എവിടുന്ന്? സെന്ററിൽ കുത്തിയിട്ട്. ഇതേ അളവിൽ തന്നെ ഇവിടെ കുത്തിയിട്ട് പിയിൽ കുത്തിയിട്ട് ഇങ്ങനെ വശത്തും വരയ്ക്കുക. കേട്ടോ? ഇവിടെ നിന്ന് എടുത്ത അതേ അളവ് തന്നെയായിരിക്കണം ഇവിടെ നിന്ന് എടുക്കുന്ന അളവ്. അതേ അളവ് തന്നെയാണ് ഇവിടെ താഴെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പിയിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള 2 പോയിന്റ് കിട്ടി. അത് കൂട്ടി വരയ്ക്കുന്നതാണ് എൻ്റെ ലംബ സമഭാജ്യം. അപ്പോൾ ലംബ സമഭാജ്യം പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചതിന്റെ ഉദ്ദേശം ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ള. കാരണം 7.5 cm മിഡ് പോയിന്റ് നമുക്ക് സ്കെയിൽ ചെയ്ത് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പോൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പോൾ മിഡ് പോയിന്റ് കിട്ടി. ഇത് സെന്റർ ആക്കി, ഇത് റേഡിയസ് ആയിട്ട് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നോക്കിയേ, കോമ്പസ് ഉപയോഗിച്ച് ഇതുപോലെ സർക്കിൾ വരയ്ക്കുക. അതായത് ആ സർക്കിൾ ഈ 2 പോയിന്റിലൂടെ കടന്നു, സെന്ററിലൂടെയും കടന്നു പോകണം, ഇതിലൂടെയും കടന്നു പോകണം. അപ്പോൾ മിഡ് പോയിന്റ് സെന്റർ ആക്കിയാണ് നമ്മൾ സർക്കിൾ വരച്ചത്. അപ്പോൾ ഈ 2 സർക്കിൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ടാൻജൻസി. ടാൻജന്റ് വരയ്ക്കേണ്ട പോയിന്റ് ആണിത്. ഇനി എന്ത് ചെയ്യണം? പിയിൽ നിന്ന് ഇതിലേക്കും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയത് 2 ടാൻജന്റ് കിട്ടി. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് വരയ്ക്കണം. 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് വരയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4 മാർക്കിന്റെ 1ാമത്തെ ചോദ്യം കഴിഞ്ഞു. 12ാമത്തെ ചോദ്യം. In the figure, PC is the tangent. PC ഒരു ടാൻജന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ലെങ്ത് 12 cm. PC 12 ആണ്. പിന്നെ AB 10 cm ആണ്. AB എന്ന് പറയുന്ന കോഡ് ഓഫ് ദി സർക്കിൾ ആണ്. ഈ സർക്കിളിന്റെ ഒരു ഞാണിന്റെ നീളമാണ് 10 cm. അത് പുറത്തേക്ക് നീട്ടിയപ്പോൾ പിയിൽ മുട്ടിയിരിക്കുകയാണ്.
അപ്പൊ എ ബി 10 ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. പി എ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പി എ ഈക്വൽ ടു എക്സ് വാട്ട് ഈസ് പി ബി എന്നാണ്. പി എ എന്ന ലെങ്ത് എക്സ് എന്നാണെങ്കിൽ പി ബി എന്തായിരിക്കും? അപ്പൊ ഇത്രയും നീളം എക്സ് ആണെങ്കിൽ ഈ നീളം 10 നമുക്കറിയാം. അപ്പൊ എക്സും 10ഉം കൂടി ആഡ് ചെയ്യുന്നതാണ് പി ബി. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഇത്രേ ഉള്ളൂ, എ പി ബി ഈക്വൽ ടു എക്സ് പ്ലസ് 10. അപ്പോൾ ഒരു മാർക്കാണ് അത്രയും എഴുതി കഴിഞ്ഞാൽ എ പി ബി ഈക്വൽ ടു എക്സ് പ്ലസ് 10. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതിന് ആൻസർ എഴുതണം. ഇത് എക്സ് എന്ന് എടുത്താൽ ഈ പി ബി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സും 10ഉം കൂടി കൂട്ടുന്നതാണ് പി ബി. ഇനി ചോദിച്ചിരിക്കുന്നത് ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് പി എന്നാണ്. അപ്പൊ ഇതിൽ നിന്നൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ട്, രണ്ട് കോഡ്സ് ഈ പിയിൽ നിന്നുള്ള ടാൻജന്റ് പിയിൽ നിന്നുള്ള ഒരു കോഡുമാണ്. അപ്പോൾ അത് കൂട്ടുകൂട്ടിയിരിക്കുന്ന പോയിന്റിൽ നിന്ന് പി എ ഇൻറ്റു പി ബി, അതായത് ഈ ഡിസ്റ്റൻസും ഇവിടെ നിന്ന് തന്നെയുള്ള ഡിസ്റ്റൻസും, അതായത് പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് പി സിയുടെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ റിസൾട്ട്, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു, എല്ലാ ഡിസ്റ്റൻസും തുടങ്ങുന്നത് പിയിൽ നിന്നാണ്, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പൊ ഇതിനകത്ത് പി എ നമുക്ക് എക്സ് എന്നറിയാം. അപ്പൊ പി എയുടെ സ്ഥാനത്ത് എക്സ് കൊടുക്കുക, പി ബിയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് 10 കൊടുക്കുക. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ. പി സി 12 ആണ്, അതുകൊണ്ടാണ് 12 സ്ക്വയർ പി സി സ്ക്വയർ. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആയി, എക്സ് ഇൻറ്റു 10 10x ആയി, ഈക്വൽ ടു 12ന്റെ സ്ക്വയർ 12 ഇൻറ്റു 12 ആണ് 144. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽ ടു 144. ഇങ്ങനെ വരുന്ന കേസുകളിൽ ഇത് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഡിഗ്രി കേസ് ആണ്. ഇപ്പൊ 144 ഇപ്പം എടുത്ത എക്സ് സ്ക്വയർ പ്ലസ് 10x മൈനസ് 144 ഈക്വൽ ടു 0 എന്നൊക്കെ എഴുതി എയും ബിയും സി എഴുതി ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിച്ച് നമുക്ക് എക്സ് കാണാനുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അതിൽ എളുപ്പം നമുക്ക് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് വെച്ച് ചെയ്യാതിരിക്കും, നമുക്ക് സമയ ലാഭം അതാണ്. കാരണം ഇവിടെ എക്സിന്റെ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് എന്ന രൂപമാണ് ലെഫ്റ്റ് സൈഡ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് എന്ന രൂപത്തിലുള്ളതാണ് ഈ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 10xനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ എക്സിന്റെ കോഎഫിഷ്യന്റ് എക്സിന്റെ ഗുണകമായ 10ന്റെ ഹാഫ് എടുക്കുക, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യും. അപ്പൊ ഇപ്പറേ ആഡ് ചെയ്ത് അങ്ങേ വശത്തും ആഡ് ചെയ്യണമെന്ന് മാത്രം. അപ്പൊ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ. ഇവിടെ 5 സ്ക്വയർ ആഡ് ചെയ്യാൻ കാരണം ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയാണ്. ഇവിടെ ആഡ് ചെയ്ത് 5 സ്ക്വയർ ആഡ് ചെയ്തുകൊണ്ട് ആ 5 സ്ക്വയർ ഇപ്പറേ ആഡ് ചെയ്യണം. ഈ ഇക്വേഷൻ ബാലൻസ് തെറ്റിപ്പോവും, ഇക്വേഷൻ അല്ലാതെ ആയി പോകും. അപ്പൊ ഇത് എക്സ് പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇത് എക്സ് പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ ആണ്. റൈറ്റ് സൈഡിൽ 144ഉം 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 144 പ്ലസ് 25 169. സോ വി ഗോട്ട് എക്സ് പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ ഈക്വൽ 169. അപ്പൊ എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, അത് പോസിറ്റീവ് വരുള്ളൂ. അപ്പൊ എക്സ് പ്ലസ് 5 ഈക്വൽ റൂട്ട് ഓഫ് 169 എടുത്താൽ മതി. റൂട്ട് ഓഫ് 169 എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 169 ദാറ്റ് ഈസ് 13. അപ്പൊ എക്സ് പ്ലസ് 5 13, എക്സ് ഈക്വൽ ടു പ്ലസ് 5 അപ്പുറത്ത് ചെല്ലുമ്പോൾ സബ്ട്രാക്ടിങ് 5 ആവും, ആഡിങ് 5 അപ്പുറത്ത് ചെല്ലുമ്പോൾ സബ്ട്രാക്ടിങ് 5. അപ്പൊ എക്സ് ഈക്വൽ ടു 13 മൈനസ് 5 ദാറ്റ് ഈസ് 8. അപ്പോ എക്സിന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരുന്നത്. പി ബി ഫൈൻഡ് ദി ലെങ്ത് ഓഫ് പി എ ആണ് കാണാൻ പറഞ്ഞത്. പി എ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. therefore പി എ ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ക്ലിയർ ആയി പറഞ്ഞത്? കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോർമുല ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാനും കുഴപ്പമില്ല. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്തോളുക. ആൻസർ ഇവിടെ നമ്മൾ റൂട്ട് ഓഫ് 169 എന്ന് എടുക്കാൻ കാരണം ഇത് പോസിറ്റീവ് എടുത്തോളൂ, നെഗറ്റീവ് എടുക്കാത്ത കാരണം ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് പോസിറ്റീവ് അല്ലേ വരുള്ളൂ, അതുകൊണ്ടാണ് പോസിറ്റീവ് എടുത്തത്. ചില കേസിൽ രണ്ടും എടുക്കേണ്ടി വരും, പ്ലസ് ഓർ മൈനസ് ഇട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ പി എ ഈക്വൽ ടു 8 സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഫിഗർ എ ബി ഈക്വൽ ടു 12 സെന്റിമീറ്റർ, ബി സി 10 സെന്റിമീറ്റർ, ആംഗിൾ എ ബി സി 130 ഡിഗ്രി, sin 50 is equal to 0.8, cos 50 equal to 0.6, tan 50 is equal to 1.2. Find the measure of angle CBD, height CD, area of triangle ABC. ക്വസ്റ്റ്യൻ പേപ്പറിലെ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യത്തെ പാർട്ടിന്റെ ആൻസർ ആദ്യം കൊടുക്കുക. മെഷർ ഓഫ് ആംഗിൾ CBD, CBD എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ആംഗിൾ നമുക്കറിയാം, ഇത് 130 എന്ന് തന്നിട്ടുണ്ട്. ABC 130 ആണ്. അപ്പോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ 180 നിന്ന് 130 കുറച്ചാൽ കിട്ടുന്നത് 50 ഡിഗ്രി ആണ് ആംഗിൾ CBD. ഫസ്റ്റ് പാർട്ട് ഒരു മാർക്കിന്റെ ഭാഗമായി CBD ഈക്വൽ 50 ഡിഗ്രി.
ഈ ഹൈറ്റ് സി ഡി കണ്ടുപിടിക്കണം. ഈ സി ഡി കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കി എവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഒരു റൈറ്റ് ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ, അതായത് ബൃഹത് ത്രികോണങ്ങളുടെയൊക്കെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇത് ട്രയാങ്കിളിന്റെ പുറത്തേ വരുള്ളൂ. ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സി ഡി ആണ്. അപ്പൊ ഈ സി ഡി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ ഈ ട്രയാങ്കിളിന്റെ 1 ആംഗിൾ 50 ആണ്, ഹൈപ്പോട്ന്യൂസ് ആണ് 10 സെന്റിമീറ്റർ, കർണം 10 സെന്റിമീറ്റർ. ഈ എതിർവശം ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെയും ഹൈപ്പോട്ന്യൂസിനെയും കണക്ട് ചെയ്യുന്ന റേഷ്യോയ്ക്ക് ഒരു പേരുണ്ട് സൈൻ. അപ്പൊ നമ്മൾ സൈൻ 50 തുടങ്ങണം. അപ്പൊ സൈൻ 50 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്, അതായത് ഓപ്പോസിറ്റ്, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് സി ഡി ആണ്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഓപ്പോസിറ്റ് ഉള്ള, അത് എപ്പോഴും ഫിക്സഡ് ആണ്. അപ്പൊ അത് 10 ആണ്. അപ്പോ സൈൻ 50 ഈക്വൽ ടു സി ഡി ബൈ 10. അപ്പോ സി ഡി കാണാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡിവൈഡ് ചെയ്യാന്നുള്ള 10നെ ഇപ്പോൾ ഇട്ടുകൊണ്ട് വരിക. അപ്പൊ സി ഡി ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 50. എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് കാണാൻ ആ ആംഗിളിന്റെ സൈൻ വിലയെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, ഹൈപ്പോട്ന്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ആയി. ആംഗിളിന്റെ സൈൻ വിലയെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. അപ്പോൾ സി ഡി ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് 10 ഇൻറ്റു സൈൻ 50. സൈൻ 50യുടെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന വാല്യൂ ഉപയോഗിക്കാം, 0.8. അപ്പൊ 10 ഇൻറ്റു 0.8 എന്ന് പറയുന്നത് 8 ആണ്, 8.0 എന്ന് എഴുതാം. 10 ഇൻറ്റു 8 80 ആണ്, ഒരു ഡെസിമൽ പ്ലേസ് ഉള്ളൂ. അപ്പൊ 8.0, 10 ഇൻറ്റു 0.8 എന്ന് പറഞ്ഞാൽ 8 അല്ലെങ്കിൽ 8.0. ഹൈറ്റ് സി ഡി കിട്ടി, ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ സി ഡി ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അപ്പൊ നോക്കിയാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നീ ചോദിച്ചിരിക്കുന്നത്, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇത്, ഹൈറ്റ് ഇത്. ബേസ് 12 ആണെന്നറിയാം, ഹൈറ്റ് കണ്ടുപിടിച്ചു നമ്മൾ. അപ്പൊ ഏരിയ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോ ഹാഫ് ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് 12, ഹൈറ്റിന്റെ സ്ഥാനത്ത് 8. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 8, ദാറ്റ് ഈസ് 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈ, ബേസ് എന്ന് പറഞ്ഞാൽ ഇത്ര എടുക്കുള്ളൂ, മൊത്തം എടുക്കരുത്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആണ് ബേസ്, ഹൈറ്റ് ആണ് 8. അപ്പോൾ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 8, ദാറ്റ് ഈസ് 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ നമ്മൾ 13ാമത്തെ ചോദ്യം വരെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.